റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് കുറച്ചൊരു പാടുള്ള പണിയാണ്, എന്നാൽ ഇത് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്തിരി ക്ഷമ ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അത് നല്ല ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് പൊടി എടുക്കുന്നത്. അപ്പൊ ഇതിന് 1.5 ഗ്ലാസ്, 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പൊ നമ്മളെ വെള്ളത്തിന്റെ അളവ് ഓരോ പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന് വ്യത്യാസങ്ങൾ വരും. അപ്പൊ നിങ്ങൾ എന്തായാലും 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് തിളപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് പൊടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് ഇത്തിരി ചുടുവെള്ളം എടുത്ത് വെച്ചിട്ടുള്ള അതിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്കിത് തുടങ്ങാം. അപ്പൊ അവിടെ ആദ്യം ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കും. ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവില് ഇവിടെ ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഇതിപ്പോ 1 ഗ്ലാസ്സിനുള്ള വെള്ളമായി. ഇതിപ്പോ 2ാമത്തെ ഗ്ലാസ്സിനുള്ളത്. ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. നമ്മുടെ പത്തിരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ നമുക്ക് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയാണ്. ഇത് അരി കഴുകി ഉണക്കി പൊടിച്ച പത്തിരിപ്പൊടിയാണ്. അപ്പൊ നമുക്ക് ഏത് പൊടിയും ഇതിന് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമുക്ക് തീ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പാത്രം ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ ഇങ്ങനെ വെക്കാം. അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നമുക്ക് ആദ്യം താഴെ ഇതുപോലത്തെ ഒരു തുണി വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലെ മുകളിൽ ഇതുപോലത്തെ നല്ലൊരു പരന്നൊരു തട്ട് വെച്ച് കൊടുക്കാം.
നമുക്ക് ഈ പൊടി ഇട്ടുകൊടുക്കാം. ഇപ്പോൾ ചൂടുണ്ട്. ഈ ചൂടോട് കൂടെ തന്നെ വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. പത്തിരി നമ്മൾ ഈ മാവ് കുഴക്കുന്നിടത്താണ് പത്തിരിന്റെ സോഫ്റ്റ്നെസ് വരിക. അപ്പൊ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുണ്ടാവും. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. ഇത് നല്ല ചൂടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് ഒന്നിങ്ങനെ ചാമ്പി കൊടുത്താൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചിട്ട് ഈ പൊടി നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതിങ്ങനെ ഇത്തിരി വെള്ളം തൊട്ട് തൊട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാന്. ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് ഇപ്പൊ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിങ്ങനെ നീളത്തിലാക്കിയെടുക്കാം. നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഇതുപോലത്തെ ബോളുകൾ മുറിച്ചെടുക്കാം. ഇതൊന്ന് പരത്തി എടുത്തതിന് ശേഷമാണ് ഇത് പരത്താൻ പോണുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കണം. ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ബാക്കി വരുന്ന മാവ് ഇല്ലെങ്കിൽ അത് ഓരാൻ വെക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിത് ചെറുതായിട്ട് റൗണ്ട് ചെയ്യുന്നത് ചപ്പാത്തി പ്രസ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു ചപ്പാത്തി പ്രസ് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ബോള് പ്രസ്സിന്റെ സെന്ററിൽ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് പ്രസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ചെറിയൊരു റൗണ്ട് കിട്ടും. ഇനി ഇത് പൊടിയിലേക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി എടുക്കുക. എന്നിട്ട് ആ പൊടിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം മാത്രം ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ടത് എടുത്ത് വെക്കുക. ഓരോ ബോളുകളും ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ചപ്പാത്തി പ്രസ് ഇല്ലെങ്കിൽ ഇതുപോലൊരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ പൊടിയിൽ ഒന്നിട്ടിട്ട് ഡിപ്പ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ റൗണ്ട് ചെയ്തെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. പണ്ടൊക്കെ ഉമ്മമാർ ഇതുപോലെ ആയിരുന്നു പത്തിരിക്ക് റൗണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഇനി പരത്തുമ്പോഴേ ഈ ഭാഗം ഇപ്പൊ വന്നിട്ടുള്ള ഈ ഭാഗം പലേന്റെ മുകളിൽ ആക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് പരത്തിയെടുക്കാൻ. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം
നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആദ്യം ഒരു റൗണ്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിയിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ഒരു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ബാക്കിയുള്ള പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. നമുക്കതിന് ശേഷം കാണാം. ഇതിനി നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ ടിഫിൻ ബോക്സിന്റെ അടപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല കറക്റ്റിലുള്ള റൗണ്ടിലുള്ള പത്തിരി കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പിച്ച ആ രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇപ്പം പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് പത്തിരി ചുടാനുള്ള തവി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പൊ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പത്തിരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിമിലിട്ടിട്ടാണ് പത്തിരി ചുട്ടെടുക്കേണ്ടത്. ഈ കല്ല് നന്നായിട്ട് ചൂടായാൽ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് പത്തിരി ഇട്ടതിന് ശേഷം പത്തിരിയുടെ ഒരു ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെന്തത് പോലെ തോന്നും. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരിക്കലും ചൂടോട് കൂടെ ഹോട്ട് പോട്ടിലേക്ക് ഇട്ട് വെക്കരുത്. ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിൽ വേണം ആദ്യം പത്തിരി ഇട്ട് വെക്കാൻ. എന്നിട്ട് ഇനി ഇത് ഒന്ന് ചൂടാറിയതിനു ശേഷമേ ഹോട്ട് പോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. മറിച്ചിടാനായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പത്തിരി ഇട്ടതിന് ശേഷം
ഇത് കൈ വെച്ചിട്ട് പത്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തു വെക്കുക. അപ്പോൾ അതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ രണ്ടാമത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സൈഡ് കുറച്ച് സമയം ഒന്ന് വെക്കണം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാൻ ഒന്ന് തുടച്ചു കൊടുക്കണം ഒരു തുണി വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.